നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഒരു വനത്തിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം വൃക്ഷങ്ങൾ 75 ഏക്കറിലധികം വരുന്ന ഭൂമിയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം അങ്ങ് ഗുജറാത്തിലെ കച്ചിലാണ് ഈ വനഭൂമി ഉള്ളത്. ഈ വനം നിർമ്മിച്ചത്, ഇങ്ങനെ ഒരു വനഭൂമി ഇവിടെ സൃഷ്ടിച്ചെടുത്തത് ഒരു മലയാളിയാണ്. ആ മലയാളിയെക്കുറിച്ച് പറയാൻ വേണ്ടി, വിശേഷങ്ങൾ പറയാൻ വേണ്ടി നമ്മോടൊപ്പം ഉണ്ട് മിസ്റ്റർ R.K. നായർ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്കാണ്, ഒരു പാളത്തൊപ്പിയൊക്കെ. അതെ അതെ, ഞാൻ എപ്പോഴും പാളത്തൊപ്പിയായിട്ടാണ്. ഞാനൊരു കൃഷികൻ എന്നുള്ളൊരിതാണ്. ബാക്ക്ഗ്രൗണ്ട് കൃഷി ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എപ്പോഴും പാളത്തൊപ്പി ഉണ്ടാവും. ഞാൻ അമേരിക്ക പോയാലും ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഇങ്ങനെയാണ്, എവിടെയും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഫ്ലൈറ്റിൽ കണ്ടാലും ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ വേറൊരു ദേശത്ത് കണ്ടു കഴിഞ്ഞാലും ഇതിങ്ങനെ ഉണ്ടാവും. അല്ല, ഈ ഭാരതത്തിൽ തന്നെ ഏത് ഭൂമിയിൽ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിനുള്ള മൂലകാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വനമായിട്ട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് മണ്ണായിട്ടുള്ള സ്നേഹമാണ്. അപ്പോൾ വനം വളർത്താൻ വേണ്ടി വെയിലത്ത് തന്നെയാണ് നമ്മളെ വർക്ക് നടക്കുന്നത്. AC രകത്തല്ലല്ലോ. അപ്പോൾ തണുപ്പിന് വേണ്ടിയാണ് ഇത് തലക്ക് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ജീവിതത്തിന്റെ ഭാഗമായി. കാടൊരു ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി. നമ്മളിപ്പോൾ ഉള്ളത് ഭുജിലാണ്. 2001 വലിയ ഭൂകമ്പം ഉണ്ടാവുകയും ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ മരിച്ചു വീണ ഇടമാണ്. അവിടെ അവരുടെ ഒരു ഓർമ്മയ്ക്ക് കൂടി വേണ്ടിയാണ് ഈ സ്മൃതി വനം ഉണ്ടാക്കിയത്, അല്ലേ? 2021 ഈ വനം നിർമ്മിച്ച് തുടങ്ങുന്നത്. 2021 തുടങ്ങിയത്. ഏപ്രിൽ മാസത്തിലായിരുന്നു ഇത് തുടങ്ങും. എന്നിട്ട് 2022 ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് ഞങ്ങൾ 2.25 ലക്ഷം ചെടികൾ നട്ട് അത് സാധാരണ ഒരു 16 ഫീറ്റ് ഹൈറ്റുള്ളൊരു ഫോറസ്റ്റായി. ഒരു ഒന്നുമില്ലാത്തൊരു കല്ല് പ്രദേശമാണിത്. ഭുജിയ ഡോങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭുജിയോ ഹിൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഭുജംഗപർവ്വതം എന്നും പറയും. ഭുജംഗപർവ്വതം എന്ന് പറയുമ്പോൾ ഈ മുള്ളുള്ളതായ ചില വസ്തുക്കൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലത്ത് ഇവിടെ ആടും പശുക്കളും വീഴാൻ വരുന്നൊരു മേപ്പിൻ്റെ ഒരു സ്ഥലം, എന്നാൽ ഇങ്ങനെ വരുന്നൊരു പർവ്വതമായിരുന്നു. ആരും പബ്ലിക്കൊന്നും വരുന്ന സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിങ്ങനെ വനമായിട്ട് മാറിയപ്പോൾ ഇന്ന് അനവധി ആൾക്കാർ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണും. വിമാനത്തിൽ ഇങ്ങനെ വരുമ്പോഴേ താഴേക്ക് നോക്കുമ്പോൾ കാര്യമായ വനങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും കാണാത്തൊരു മേഖലയിലേക്ക് വരുന്നത് പോലെയാണ് തോന്നിയത്. പക്ഷേ നമ്മൾ ഈ വനത്തിലേക്ക് എത്തിയപ്പോൾ, നമ്മൾ ഈ കൃത്യമായ ഇടത്തേക്ക് എത്തിയപ്പോൾ അതൊരു വലിയൊരു വനം, ഒരു നല്ല തണുപ്പ്, കിളികളുടെ ശബ്ദം, ഒരു മറ്റൊരു ഭൂപ്രകൃതിയിലേക്ക് പെട്ടെന്ന് മാറിയതുപോലെ തോന്നുന്നുണ്ട്. അതെ അതെ അതെ. കച്ച് എപ്പോഴും ആൾക്കാർ ഓർമ്മിക്കുന്നത് റൺ ഓഫ് കച്ച് എന്നാണ് പറഞ്ഞത്. കച്ചിൽ റണ് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, റൺ ഓഫ് കച്ച് എന്ന് പറയും. പക്ഷേ ഈ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം 2022 തൊട്ട് ഇപ്പോൾ ആൾക്കാർ കച്ചിൽ പോയ റൺ ഓഫ് കച്ച് മാത്രമല്ല, കച്ചിലൊരു വനവും ഉണ്ട്, അത് കാണണമെന്ന് ഇവിടെ വരും. അതാണ് ഈ 2001 ഭൂകമ്പത്തിൽ മരിച്ചവരെ പേരിൽ 12,932 ആൾക്കാരാണ് ടോട്ടൽ മരിച്ചത്. പക്ഷേ ആ മരിച്ചവരെ പേരിൽ 5 ലക്ഷത്തിലധികം വൃക്ഷങ്ങൾ നട്ടിട്ട് കഴിക്കും. ഇപ്പോൾ 75 ഏക്കറാണ്. പക്ഷേ ഏതാണ്ട് ഒരു 450 ഏക്കറാണ് അല്ലേ ലക്ഷ്യം ഇടുന്നത്? ടോട്ടൽ ഏരിയ ഉള്ളത് 470 ഏക്കറയാണ്. അതിൽ 170 ഏക്കർ ഫസ്റ്റ് ഫേസ് ആണ്. മറ്റേ 8 കിലോമീറ്റർ വാക്ക് വേ, 50 ചെക്ക് ഡാമുകൾ, ഒരു ഏഷ്യാസ് ലാർജസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയം, ഈ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മിയാവാക്കി ഫോറസ്റ്റ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് 2 ഫേസ് 3 ചെയ്യാൻ ബാക്കിയാണ്. അതിൻ്റെ വർക്ക് ഇന്നിപ്പോൾ നടക്കാൻ പോകുക. ഇത് ഇവിടുത്തെ കച്ചിലത്തെ സ്ഥാനികന്മാരാണ്. അവർക്കൊരു ജോലിയായി ചെടി നടാനുള്ളതായി. പിന്നെ ഈ ചെടി നടുന്നതിൽ കുറേ മെനക്കേടുണ്ട്. അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് നട്ട് പോകുന്നതല്ല. ഇതിനെ വെള്ളം മിക്സ് ആയിട്ടുള്ളതായ ഗോമൂത്രത്തിൽ മുക്കും. എന്നിട്ട് അവിടുന്ന് ഇവിടത്തേക്ക് എത്തിക്കും ട്രാക്ടറിൽ ഇവിടത്തേക്ക് വന്നതിന് ശേഷം ഈ 1.5 ഫീറ്റ് 2 ഫീറ്റായിട്ടുള്ളതായ ചെടികൾ ഓരോ പിട്ടുകളുണ്ടാവും, ഓരോരോ കുഴികളുണ്ടാവും ചെറുത്. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുത്ത് അതിൽ വെച്ചിട്ട് മണ്ണ് മൂടിയിട്ട് അതിൻ്റെ ശേഷം ഉണക്ക പുല്ല്, കാട്ടുപുല്ല് മൾച്ചിങ് ചെയ്യും. അത് മൾച്ചിങ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ വിരിക്കും. അതെ, വിരിക്കും. മൊത്തം മണ്ണ് കവർ ചെയ്യും. അപ്പോൾ സൂര്യൻ്റെ ഈ തടുക്കം ഉണ്ടല്ലോ, പവർ, അത് ഈ മണ്ണിലേക്ക് കൊള്ളില്ല. അപ്പോൾ സ്പ്രിംഗ്ലറിൽ അടിക്കുന്ന വെള്ളം മോയ്സ്ചറായിട്ട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ ചെടികൾ വേഗം വളരും. അങ്ങനെയാണ് ഈ ചൂടിനെ പ്രതിരോധിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇലക്ക് ചൂട് വേണം, ബോട്ടമിന് ചൂട് വേണ്ട, മണ്ണിന് ചൂട് വേണ്ട. ചൂട് വേണ്ടത് ഇലക്കാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വേനൽക്കാലത്താണ്. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ വനത്തിലുള്ള ഒരു തണുപ്പ്, കിളികളുടെ ശബ്ദം, ഒരു നല്ലൊരു അന്തരീക്ഷം നമുക്കിവിടെ അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ വനത്തെ അടുത്തറിഞ്ഞ ആളുകൾക്കൊക്കെ തന്നെ അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു അനുഭവം അവർക്കൊക്കെ ഉണ്ടാകും. പക്ഷേ
താങ്കൾക്ക് എന്നാണ് അങ്ങനെ ഒരു വനത്തോട് ഈ തരത്തിലൊരു സ്നേഹമൊക്കെ തുടങ്ങുന്നത്? ഇത് 2011 റോഡ് കൺസ്ട്രക്ഷന് കുറേ 100-150 വർഷമായിട്ടുള്ളതായ വടവൃക്ഷങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇത്ര ഘനമായ വൃക്ഷങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞത് കണ്ടപ്പോൾ അതിലൊരു പക്ഷിയുടെ ഒരു കൂട് മുട്ടയടക്കം താഴെ വീണ് നശിപ്പിച്ച് ആ മുട്ടയൊക്കെ നശിപ്പിച്ച് പക്ഷി കരയുമായിരുന്നു. അത് കണ്ട ഒരു സീൻ ഞാൻ പേഴ്സണലായിട്ട് കണ്ടൊരു സീനായിരുന്നു. അത് കണ്ടപ്പോൾ പക്ഷേ എന്താണ് പക്ഷിയുടെ തെറ്റ് എന്നുള്ളതായിരുന്നു മനസ്സിൽ. അപ്പോൾ അതിൻ്റെ ദുഃഖം അറിഞ്ഞ് ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ഇങ്ങനത്തെ പക്ഷികൾക്ക് വേണ്ടി വനമുണ്ടാക്കും, അതും അങ്ങനത്തെ സ്ഥലത്ത് വനമുണ്ടാക്കും, എവിടെയും വികസനത്തിന് വേണ്ടി നശിപ്പിക്കാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് ഞാൻ വനമുണ്ടാക്കും എന്നൊരു തീർമാനം വന്നെടുത്തു. അപ്പോൾ അന്നൊരു ഏക്കർ സ്ഥലം എടുത്തിട്ട് ചെറിയൊരു വനം മോഡലായിട്ട് ഉണ്ടാക്കി. അപ്പോൾ വനം ഉണ്ടാക്കുമ്പോൾ അത് ഉമ്മർഗാവിലാണ്, ഗുജറാത്തിൽ തന്നെയാണ് ആദ്യത്തിൽ. അപ്പോൾ അത് ചെറിയൊരു വനമാണ് ഉണ്ടായത്. 1400 ചെടികൾ നട്ടു. അപ്പോൾ ആ വനം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു പുതിയൊരു ടെക്നോളജി ചെയ്ത് വേഗം വളരുന്നതും വേഗം നശിപ്പിക്കാത്തതും അങ്ങനെ നല്ലൊരു കാടായിട്ട് മാറണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോഴാണ് ഈ ജപ്പാൻ ടെക്നോളജി തലയിലേക്ക് വന്നു. അതെ, ഡോക്ടർ അക്കിറ മിയാവാക്കി മെത്തഡോളജി. അപ്പോൾ ആ മെത്തഡോളജിയിൽ തുടങ്ങി. പക്ഷേ ഞാൻ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ നേച്ചർ, ജിയോളജിക്കൽ കണ്ടീഷൻ അതൊക്കെ നോക്കിയിട്ട് അനവധി ചേഞ്ചസുകൾ അതിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഭാരതവനം എന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ലോക്കലിൽ നിന്ന് കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു, ഇത് കച്ച് വനമില്ല പ്രദേശമല്ല, ഡ്രൈ പ്രദേശമാണ്, നിങ്ങളിവിടെ വനം ഉണ്ടാക്കുന്നത് ശരിയല്ല, കച്ചിന് എന്തിനാണ് വനം വേണ്ടത്, കച്ച് ഡ്രൈ അല്ലേ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി. പിന്നെ വെള്ളത്തിൻ്റെ സപ്ലൈ എങ്ങനെ ചെയ്യും, ടെറൈനാണ്, ഇത്ര മുകളിലേക്ക് എങ്ങനെ വെള്ളം കയറും എന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കല്ലുള്ള പ്രദേശമാണ്. ആ കല്ലിനെ JCB കൊണ്ട് പൊളിച്ചെടുത്തിട്ട് അതിനെ പൊടിക്കണം, കുറച്ചെങ്കിലും പൊടിച്ചിട്ടേ വനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെയൊക്കെ ചാലഞ്ചുകളും പിന്നെ ടെറൈൻ ആയതുകൊണ്ട് ട്രാക്ടർ എടുത്ത് ചെടികളെ മുകളിലേക്ക് കൊണ്ടുവരുന്നതും വളം എടുത്തേക്ക് എത്തിക്കുന്നതും മൾച്ചിങ് മെറ്റീരിയൽ എത്തിക്കുന്നതും ഒക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഇവിടെ ഈ സ്മൃതിവനത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ 50 ചെക്ക് ഡാമുകളാണുള്ളത്, 50 ചെക്ക് ഡാമാണുള്ളത്. ചെക്ക് ഡാമിൻ്റെ ഈ ചുറ്റും ഈ ചുവരുകളിൽ കുറെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താണത്? അത് ഓരോ ചെക്ക് ഡാം ഓരോരോ ഗ്രാമത്തിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ പേരിലാണുള്ളത്. ഇപ്പോൾ ബച്ചാവ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അഞ്ചാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കച്ച് ബൂജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വില്ലേജിൽ മരിച്ചവരെ പേരുകളാണ് അതിൽ എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെർമനൻ്റ് ആയിട്ടുള്ളതായ ഇംഗ്ലീഷിലും ഗുജറാത്തിലും 2 ഭാഷയിലുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൽ എത്ര പേര് മരിച്ചു അവർക്കുള്ളതായ ഒരു സ്മൃതി കൊണ്ടാവും ഈ ചെക്ക് ഡാം. അതിൽ അവരെ മൊത്തം പേരുകൾ. അപ്പോൾ അവരെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ബന്ധുക്കളെ പേര് ഇവിടെ വായിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ പേരടിച്ച് നോക്കിയപ്പോൾ ആദ്യം വന്നത് ഗ്രീൻ ഹീറോ എന്നാണ്. അങ്ങനെയാണോ അല്ലേ ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്നത്? അതെ, ഗ്രീൻ ഹീറോ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെയാണ് പച്ച ഹീറോ എന്ന് പറയുമ്പോൾ ചെറുവനങ്ങൾ വളർത്തുന്ന പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ് ഒരു സംഭവമായി. വർഷങ്ങളായി ഗുജറാത്ത് തന്നെയാണോ? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഞാൻ 26 വർഷമായി ഗുജറാത്തിൽ. 1999 വന്നത്. എൻ്റെ മോള് ജനിച്ചപ്പോഴാണ് ഞാൻ ഗുജറാത്തിൽ വന്നത്. അപ്പോൾ ഞാൻ 7 ഭാഷ സംസാരിക്കും നന്നായിട്ട്. അതിൽ ഗുജറാത്തിയിലും സൗത്ത് ഗുജറാത്തിലെ ഭാഷ ഈ നോർത്ത് ഭാഗത്തിൽ ഗുജറാത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതെ, ഒരു വ്യത്യാസമുണ്ട് സംസാരിക്കുമ്പോൾ. അപ്പം ഞാൻ ഇതും നന്നായിട്ട് പഠിച്ചു. ഇവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ അവർ പറഞ്ഞ എനിക്കറിയുന്നൊക്കെ നന്നായിട്ട് ഈസിയായിട്ട്. അതിന് കാരണം ഈ വനവൽക്കരണമാണ്. വനവൽക്കരണത്തിന് ലോക്കലിന് 150-200 ലേബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ഒരുമിച്ചിട്ട് വർത്തമാനം പറയാനും ഇങ്ങനെ ചെടി നടാനും സംസാരിച്ച് ആ ലാംഗ്വേജൊക്കെ അതിലേക്ക് മാറി. കേരളമായിട്ട് ഇപ്പോൾ ബന്ധമുണ്ടോ? പഴയ ബന്ധമുണ്ടോ? ഉണ്ട്. ജനിച്ചത് ഞാൻ കേരളത്തിലേ, കാസർഗോഡിലാണ് ജനിച്ചത്. ഞാൻ പോയിക്കൊണ്ടിരിക്കും, ചില ഉത്സവത്തിനൊക്കെ പോകും, പിന്നെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ബന്ധുക്കളെല്ലാം കാസർഗോഡിലുണ്ട്, കൊച്ചിയിലുണ്ട്, അനവധി ഭാഗത്തുണ്ട്. കാസർഗോഡാണ്? അതെ, കാസർഗോഡിലാണ് ഞാൻ. എൻ്റെ ജനിച്ചത് കാസർഗോഡാണ്.